മനോഹരമായ ഒരു നന്മയുടെ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഈ വാർത്ത നൽകിയതാണ്. പക്ഷേ ഇന്നാണ് ആ വാർത്തയിൽ നമ്മൾ പറഞ്ഞ ദിവസം ഡിസംബർ 23. വാർത്ത ഓർമ്മയുണ്ടാകുമോ? കൊല്ലം കടക്കലിൽ ആരോരുമില്ലാത്തൊരു കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരും പേഴ്സണൽ സ്റ്റാഫും ചേർന്നൊരു വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ച കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. ഇന്നാണ് ആ വീടിൻ്റെ പാലുകാച്ചടക്കമുള്ള ചടങ്ങുകൾ നടക്കുക. മുഖ്യമന്ത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിഥിയായി ഇന്ന് അവിടെ എത്തുക, താക്കോൽദാനം നിർവഹിക്കുക. രാജ്കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. ആ വീട്ടിൽ നിന്നാണ് രാജ്കുമാർ നമ്മളോടൊപ്പം ചേരുന്നത്. നന്മയുടെ ഒരു മനോഹരമായ കാഴ്ച, ഈ ക്രിസ്മസ് കാലത്ത് ഒരു പക്ഷേ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കാഴ്ചയാണ് രാജ്കുമാർ ഇപ്പോൾ നമ്മളോട് പറയാൻ പോകുന്നത്. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. മനു, വെരി ഗുഡ് മോർണിംഗ്. ഇതാ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ക്രിസ്മസ് കാലമാണ് നമ്മളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാലത്ത് ആ സമയത്ത് പങ്കുവയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വാർത്ത കടക്കലിൽ നിന്നല്ലേ? ഒരു കുടുംബത്തിന് താങ്ങും തണലുമായി മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരും പേഴ്സണൽ സ്റ്റാഫും മാറുന്നു എന്ന ഏറ്റവും നല്ല നന്മയുടെ കാഴ്ച. അതെ, മനുഷ്യത്വം, ഹ്യൂമാനിറ്റി എന്നൊക്കെ പറയുന്ന വാക്കിൻ്റെ അതിൻ്റെ ഒരു ആൾരൂപങ്ങളാണ് നമ്മുടെ ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരും പേഴ്സണൽ സ്റ്റാഫുകളും ഉൾപ്പെടുന്ന. ഇതിപ്പോൾ അവരൊരുക്കിയ ഈ 15 ലക്ഷം രൂപയിലധികമോളം ചിലവായി അവരൊരുക്കിയ വീടാണ്. മറ്റൊരു മഹാമനസ്കൻ ഇവിടെ ഭൂമി വിട്ടുകൊടുത്തു. അതോടുകൂടി ഈ വീട് സജ്ജമായി. കഴിഞ്ഞ 2024 സെപ്റ്റംബർ മാസത്തിലാണ് ഇത് നിർമ്മാണം തുടങ്ങിയത്. യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ അവർ രാവും പകലും ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് സ്വന്തം വീട് നിർമ്മിക്കുന്നത് പോലെ തന്നെ ഓരോ കട്ടയും മണ്ണും അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗുണനിലവാരം ഉൾപ്പെടെയെല്ലാം പരിശോധിച്ച് കൂടെ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ വീടിൻ്റെ പണി കഴിപ്പിച്ചത്. അതിൻ്റെ എല്ലാം ഇവിടെ കാണാനുമുണ്ട്. ഇപ്പോൾ അത് അവർ അവസാനവട്ടം നമ്മുടെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ആൾക്കാരെല്ലാം അവസാനവട്ടതിൻ്റെ മിനുക്ക് പണികളിൽ ഇപ്പോൾ ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് പോകട്ടോ. ഫർണിച്ചർ ഉൾപ്പെടെയാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈശ്വരനിലയം എന്നാണ് ഇതിന് ഈ വീട്ടിൽ താമസിക്കാൻ പോകുന്ന അജിതയും അമൃതയും ഒക്കെ പേരിട്ടിരിക്കുന്നത്. ആ വീട്ടിലേക്കാണ് നമ്മൾ ഉള്ളിലേക്ക് പോകാൻ നമുക്ക് എങ്ങനെയുണ്ടെന്നും കൂടി കാണണമല്ലോ അകത്തേക്ക് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഫർണിച്ചർ ഉൾപ്പെടെയാണ്. നമ്മുടെ ക്യാമറമാൻ അയ്യപ്പൻ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണിക്കും. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായി ആരും കൊതിക്കുന്ന തരത്തിലുള്ള ഒരു വീട്. എല്ലാം അത് പുതിയ TV, ചെയറ്, ഫ്രിഡ്ജ്, TV എന്ന് വേണ്ട മുഴുവനും ഇതിനകത്തുള്ള ഒന്നുപോലും പഴയതില്ല. എല്ലാം അവർ നേരത്തെ താമസിച്ചിരുന്നത് അങ്ങനെ ഒരു വല്ലാത്ത സാഹചര്യമായിരുന്നു. ഒരു ടാർപ്പാ ഷീറ്റ് ഒക്കെ വെച്ചിട്ട് തകർന്നു പോയ ഒരു കുടിലിനുള്ളിലാണ് അവർ കഴിഞ്ഞിരുന്നത്. അവിടുന്നാണ് അവർ ഇങ്ങോട്ടേക്ക് പറിച്ച് നടപ്പെടുന്നത്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെയൊക്കെ ഇതിനൊരു ടച്ച് വന്നിട്ടുണ്ട്. കാര്യം അത് ഒരു ലൈഫാണെന്നുള്ള ഒരു ലൈഫ് മിഷൻ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ ആ ലൈഫ് മിഷൻ തന്നെയാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബെഡ്റൂം, 2 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. 2 മക്കളും അമ്മയും അവർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഏതാണ്ട് ഒരു 8 സെൻറ്റോളം ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ 4 സെൻറ്റിലാണ് ഇപ്പോൾ ഈ വീട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം 2 ബെഡ്റൂമും സ്റ്റഡി ടേബിൾ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മനുവിനോട്, നമ്മുടെ പ്രേക്ഷകരോടുകൂടി പറയുകയാണ്, ഈ കട്ടിൽ ഇതെല്ലാം പുതിയതാണ്, ഒന്നും പഴയതല്ല. അപ്പോൾ നമുക്ക് ഈ മുറി കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ സ്വീകരണ മുറി ഉൾപ്പെടെ. കിച്ചണിലും അതേപോലെ തന്നെ ഫ്രിഡ്ജും ഒക്കെ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. നമുക്ക് കാണാം. ഇതിപ്പോൾ ഇന്ന് രാവിലെ മുഖ്യമന്ത്രി അദ്ദേഹം ഇവിടെ കുടുംബസമേതം എത്തും. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് വരുമെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അപ്പോൾ അവരിവിടെ വന്ന് കൃത്യം 11 മണിക്ക് തന്നെയായിരിക്കും ഈ വീടിൻ്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കുക. പിന്നീടായിരിക്കും അജിതയും മക്കളും കൂടെ ചേർന്നിട്ട് ഈ വീട് പാല് കാച്ചുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ ഇരിക്കുന്നത്. തീർച്ചയായും രാജ്കുമാർ, ഞാനതിങ്ങനെ കണ്ടു നിൽക്കുകയായിരുന്നു. ആ വീട് എത്ര മനോഹരമായിട്ടൊരു വീട് ഒരുക്കിയിരിക്കുന്നു അവിടെ. ഒരു ചെറിയ വീടാണ്, പക്ഷേ അതിലെല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഏറ്റവും ആധുനികമായ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ പണി കഴിപ്പിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ രാജ്കുമാർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഉദ്യോഗസ്ഥർ അവരിൽ ഓരോരുത്തരുടെയും സ്വന്തം വീട് പണിയുന്ന ഉത്സാഹത്തോടെയും താല്പര്യത്തോടെയുമാണ് ആ വീട് പണിയാൻ നേതൃത്വം കൊടുത്തത് എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു രാജ്കുമാർ, താങ്ക് യു വെരി മച്ച്. രാവിലെ
ഈ മനോഹരമായൊരു കാഴ്ച സമ്മാനിച്ചതിന്, പ്രേക്ഷകരോട് സംവദിച്ചതിന്